ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മൈഥിലിക്ക് വേണ്ടി കാർത്തി മീനാക്ഷിയെ വഴക്ക് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് മീനാക്ഷി. മൈഥിലിയോട് മീനാക്ഷിക്ക് വേണ്ടി കാർത്തി മാപ്പ് ചോദിക്കുന്നു, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. എന്നിട്ട് കാർത്തി അവിടെ നിന്ന് പോയി. മൈഥിലി പോകാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടെ രാജലക്ഷ്മി മൈഥിലിയോട് പറയുന്നു, നിൽക്കടി അവിടെ. അവൻ നിന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ച് ഇവിടെ മറ്റാരുടെയും സപ്പോർട്ട് നിനക്കില്ല. എന്റെ കുഞ്ഞിനെ നീ കരയിപ്പിച്ചു, ഇത് ക്ഷമിക്കാൻ രാജലക്ഷ്മി തയ്യാറല്ല. ഇന്നു മുതൽ നീ കരഞ്ഞു തുടങ്ങും, നിന്നെ ഞങ്ങൾ പൊട്ടിക്കരയിപ്പിക്കും. കടന്ന് പോടി, കൺമുന്നിന്ന് ശവം പോടി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മൈഥിലിയെ പറഞ്ഞു വിടുന്നു. മൈഥിലി അവിടെ നിന്ന് പോയി. വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ വൈശാഖിനെ ഫോൺ ചെയ്യുന്നു. നീ എവിടെയാ വൈശാഖ എന്ന് ചോദിക്കുന്നു. ഞാൻ ടൗണിലേക്ക് ഒന്ന് പോവുകയാണെന്ന് വൈശാഖ് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു, മറ്റൊരു കാര്യത്തിൽ ഞാൻ അല്പം ടെൻഷനിലാണല്ലോ വൈശാഖെ. ടെൻഷന്റെ കാര്യം എന്താണെന്ന് പറ ഇന്ദ്രജി എന്ന് വൈശാഖും. മറ്റൊന്നും അല്ലടാ, ജയറാമന്റെ കേസിൽ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അവര് അപ്പീലിന് പോവുകയാണ്. ഉറപ്പായും ഞാൻ വീണ്ടും അകത്താകും. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടല്ലോ. അല്ല, ഇതിനെന്താ പരിഹാരം എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ ഇന്ദ്രജ പറയുന്നു, ആ കൊട്ടേഷൻ ഏറ്റെടുത്തവരിൽ രണ്ടാമനൊരുത്തുണ്ട്, ഒരു ബിജു. അവനെ കൂടി ഇല്ലാതാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. നീ ഈ കാര്യം എനിക്കൊന്ന് ചെയ്തു തരണമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് പറയുന്നു, ആ കാര്യം ഞാൻ ഏറ്റു. ഇന്ദ്രജി അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്തേക്ക്. അങ്ങനെ ഇപ്പോൾ ഇന്ദ്രജ വൈശാഖിന് ഡീറ്റെയിൽസ് അയക്കുന്നു. ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. തുടർന്ന് ഇന്ദ്രജ പറയുന്നു, എടാ നമ്മുടെ പ്ലാനൊക്കെ പൊളിയുവാണല്ലോ. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മീനാക്ഷിക്കെതിരായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. അവൾ എൻ്റെ മകളാണ്, അവളെ എനിക്ക് വേണം. ഇത് കേട്ട് വൈശാഖ് ഇല്ല എന്ന് പറഞ്ഞു. തുടർന്ന് അവർ ഫോൺ വെച്ചിരിക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ഇന്ദ്രജ മാലതി ഫോൺ ചെയ്തു. എന്താ ചെമ്പകമംഗലത്തെ പുതിയ വിശേഷം എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല പിണക്കത്തിലാണെന്ന് മാലതി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു, ഏത് ഭാര്യ ഭർത്താക്കന്മാർ? നവദമ്പതിമാർ മീനാക്ഷിയും കാർത്തിയും എന്ന് മാലതി പറയുമ്പോൾ സന്തോഷത്തോടെ ഇന്ദ്രജ നിൽക്കുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോണും വെച്ചിരിക്കുകയാണ് മാലതി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാലതി അപ്പുറത്തേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ ഇന്ദ്രജ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മിയും കൈമളും സംസാരിക്കുകയാണ്. എന്ത് മോശമായിട്ടാ കാർത്തി മോളോട് പെരുമാറിയത്, അതും മൈഥിലിയുടെ മുന്നിൽ വെച്ച്. അവൾ ഈ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ സഹിക്കാനാകാതെ വന്നപ്പോൾ മീനാക്ഷി ഒരു കുസൃതി ഒപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഞാനും നീയും രണ്ട് റബ്ബർ സ്റ്റാമ്പുകളായി മാറിയിരിക്കുകയാണ്, നട്ടലില്ലാത്ത രണ്ട് പേർ. അല്ലെങ്കിൽ ഈ വീടിന് നിത്യശല്യമായി മാറിയ ഒരു പെണ്ണിനെ ഇവിടെ നടിച്ചിറക്കാൻ നമുക്ക് കഴിയാത്തതെന്താ? ഡിവോഴ്സ് എന്ന് പറഞ്ഞല്ലേ കാർത്തി അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട്, പിന്നെ ഒരു ഡിവോഴ്സ്? ഇത്രയ്ക്കും സദാചാര വിരുദ്ധമായി ജീവിച്ച ഒരു പെണ്ണിൽ നിന്നും ഡിവോഴ്സ് കിട്ടാൻ എന്താ പ്രയാസം? ഏത് കോടതിയാ അത് അനുവദിക്കാത്തത്? അവളോടൊപ്പം സിംബറി കൂടിപ്പോയി എന്ന് കൈമൾ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു തീരുമാനം എടുക്കാത്തത് മീനാക്ഷിയെ കരുതിയാ കൈമളേട്ടാ. ഞാൻ അവളെ ഇവിടെ നിറക്കി വിട്ടാൽ പഴയതുപോലെ കാർത്തി ഇടറിയാലോ. അത് മീനാക്ഷിയെ വല്ലാണ്ട് വിഷമിപ്പിക്കും. ഏത് ശാപം പിടിച്ച സമയത്താണോ ആ നാശം പിടിച്ചവൾ ഈ വീട്ടിനകത്ത് കയറിയത് എനിക്ക് രാജലക്ഷ്മി പറയുമ്പോൾ ജഗദീഷ് അവിടേക്ക് വന്നിട്ട് പറയുന്നു, കാര്യങ്ങളൊക്കെ നന്ദിനിയെടുത്തി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്ത് വരട്ടെ, ഞാൻ ആ നാശം പിടിച്ചവളെ ഈ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കിടട്ടെ. ഇത് കേട്ട് കൈമൾ പറയുന്നു, അത് നമുക്ക് പറ്റിയ പണിയല്ലല്ലോ മോനെ. മര്യാദയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായിപ്പോയി, എന്ത് ചെയ്യാനാ? മാത്രമല്ല അവൾ എന്തിനും മടിക്കാതെ രണ്ടും കൽപ്പിച്ച് നടക്കുന്ന പെണ്ണ. നീ പുറത്തിറങ്ങി ചെന്നാൽ അവൾ പോയി കേസ് കൊടുത്ത് നിന്നെ നാറ്റിക്കും. പെണ്ണ് പറയുന്നതേ പോലീസും കോടതിയും കേൾക്കൂ എന്നും രാജലക്ഷ്മി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, ഷോ ഇതൊരു പുലിവാലായല്ലോ അച്ഛാ. ഇത് കേട്ട് കൈമൾ പറയുന്നു, പുലിവാലല്ല, അതുക്കും മേലെ കടുവ പോലെ. എൻ്റെ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയോ, അപ്പോഴാ നിങ്ങളുടെ ഒരു ചിരി എന്ന് രാജലക്ഷ്മി. അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മീനാക്ഷി മൈഥിലിക്ക് പായസത്തിൽ എന്തോ ഒരു മരുന്ന് കലക്കി കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? പക്ഷേ അതിന് തെളിവ് വേണ്ടേ? തെളിവുണ്ടായിരുന്നല്ലോ, നന്ദിനി മീനാക്ഷിയും തമ്മിൽ ആ കാര്യം സംസാരിക്കുന്നതിൻ്റെ വീഡിയോ എന്ന് കൈമൾ പറയുമ്പോൾ ഇന്ദ്രജ ഇത് പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്ന് പറയുന്നു. പക്ഷേ അത് ആരാണ് ആ വീഡിയോ എടുത്തത് എന്ന് മാത്രം പറയുന്നില്ല. എൻ്റെ ഭാര്യ മാലതിക്ക് ഇതിലൊട്ടും കുറവില്ലാത്തൊരു പങ്കില്ലേ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് ജഗദീഷ് പറയുന്നു. ഉണ്ടാവും, മാലതിയും മൈഥിലിയും കൂടി വലിയ കൂട്ടാണ്, യാതൊരു സംശയം വേണ്ട. നിന്റെ കുടുംബം വെറുതെ കലക്കും എന്ന് കരുതിയാണ് ആ നന്ദിനി ഇത് പറയാത്തതെന്ന് രാജലക്ഷ്മി പറയുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും എന്ന എൻ്റെ കുടുംബമാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്.
പക്ഷേ അതിലുപരി ഞാൻ ചെമ്പകമംഗലം കുടുംബത്തിലെ ഒരു അംഗമല്ലേ. എൻ്റെ ഈ കുടുംബം ഇവര് കലക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ജഗദീഷ് പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, മാലതിയെ ഒന്ന് നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ സ്വസ്ഥത നശിക്കാൻ പാടില്ല. മോനെ, വെട്ടൊന്ന് മുറി 2 എന്ന നിന്റെ സാധാരണ സമീപനം വേണ്ട. സ്നേഹത്തോടെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അത്രയും മതിയെന്ന് കൈമൾ. ശരിയെന്ന് പറഞ്ഞ് ജഗദീഷ് അവിടെ നിന്ന് പോയി. ഇത് അതിലും വലിയ പുലിവാലായോ എന്ന് കൈമൾ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, അവൻ വളരെ സംസ്കാര സമ്പന്നനാണ്. ഈ പ്രശ്നം അവൻ മാന്യമായി കൈകാര്യം ചെയ്തോളും. നമ്മൾ അതിൽ വിഷമിക്കണ്ട. കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും മുറക്കം നഷ്ടപ്പെടുന്നത് എന്റെയും നിന്റെയും ആയിരിക്കും, അത് മറക്കണ്ട എന്ന് കൈമൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി ഒരു ഭാഗത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടരികിൽ നന്ദിനിയും ജയറാമും ഉണ്ട്. നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ്. കരയാതെ മോളെ, ഭർത്താക്കന്മാരാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവളുടെ മുന്നിൽ വെച്ച് കാർത്തി മോളോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടായിരിക്കും മോൾക്ക് ഇത്രയും സങ്കടമെന്ന് ജയറാം പറയുന്നു. എന്തായാലും അത് വിട്ടുകളയെ, അത് കാർത്തിയല്ലേ. നമ്മൾ കാർത്തിയെ കുറ്റം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നാകും. കരഞ്ഞുകൊണ്ട് വീണ്ടും മീനാക്ഷി പറയുന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ പറയേ. അവൾക്കൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവൾ ആ മൈഥിലി എന്തെല്ലാം ദ്രോഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരോടും ചെയ്യുന്നത്. അത് ACP എന്താ മനസ്സിലാക്കാത്തത്? എന്നെ ACPയുടെ കയ്യിൽ നിന്നും തല്ല് കൊള്ളിപ്പിക്കാൻ വേണ്ടി അവൾ കുഞ്ഞിൻ്റെ ആ മിൽക്ക് പൗഡറിൽ വരെ പാറ്റിയിട്ടു. നേരാണ്, അവളത് ചെയ്തതാണെന്ന് നന്ദിനി. മനുഷ്യൻ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? എന്തൊരു ദ്രോഹം അത്. എന്തായാലും അവളതിനെ പ്രസവിച്ചതല്ലേ, ഏതെങ്കിലും ഒരു പെറ്റമ്മ അങ്ങനെ ചെയ്യോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ ജയറാം പറയുന്നു, അവളൊരു മൃഗം പോലും അല്ല, ഒരു വിചിത്ര ജീവിയാണ്. അതുകൂടാതെ അവളും അമ്മായും കൂടി അമ്പലത്തിലേക്ക് പോയില്ലേ. അമ്മായി എന്താണ് അവൾ ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ ACPക്ക് അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? എനിക്ക് പേടിയാവും നമ്മെ. ഇനിയിപ്പോൾ ACPക്ക് എന്നെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു, ആവശ്യമില്ലാത്തത് ചിന്തിക്കില്ലേ മോളെ. നീ കാർത്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക, എമോഷണൽ ആവാതെ. അവളുടെ ഭാഗത്തുനിന്ന് സമാധാനത്തോടെ ഒരു വിവാഹമോചനം നേടണം. അവളെ കുട്ടിയെ ചോദിക്കാൻ ഇടവരരുതെന്ന് ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് അവൻ തന്ത്രപരമായ ഒരു സമീപനം ആ പെൺകുട്ടിയോട് കാണിക്കുന്നത്. അതല്ലാതെ അവന് മോളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല എന്നൊക്കെ ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നു, അതേ ചേട്ടൻ പറഞ്ഞതാ അതിൻ്റെ ശരി. നിന്നോട് വഴക്കിട്ട് പോയതിൻ്റെ പേരിൽ അവനിപ്പോൾ നിന്നെക്കാളേറെ വിഷമിക്കുന്നുണ്ടാകും. അവൻ വലിയ പോലീസ് ഓഫീസറാണെന്നേ ഉള്ളൂ, ആള് ഒരു പഞ്ചപാവോ മോളെ എന്ന് ജയറാം പറയുമ്പോൾ നന്ദിനി പറയുന്നു, അവൻ നിന്നോട് പിണങ്ങുമ്പോൾ നീ ഇരട്ടി സ്നേഹിക്കണം, അതാണ് വേണ്ടത്. അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, ദേവി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി മാറ്റി നിർത്തി ജയറാമൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊള്ളാം, നല്ല ഐഡിയ ആണെന്ന് നന്ദിനിയും. വിവാഹ ജീവിതം സന്തോഷപ്രദമാക്കാൻ 10 വഴികൾ എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഞാൻ എഴുതിയതാണ്, വാ പഠിപ്പിച്ചു തരാമെന്ന് ജയറാമൻ മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, എന്നിട്ട് ഇത് എഴുതിയ ആളുടെ ദാമ്പത്യ ജീവിതം എന്താണ് സന്തോഷകരമാകാഞ്ഞത്? അത് തലവിധി, നീ വാ എന്ന് ജയറാം പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ജയറാം. അവർ 3 പേരും കൂടി അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ജഗദീഷ് ആണെങ്കിൽ മാലതിയെ നോക്കി നിൽക്കുകയാണ്. മാലതിയോട് എന്തായാലും 2 ചോദിക്കണമെന്ന് തന്നെ വിചാരിക്കുന്നു. ഫോണിലേക്ക് നോക്കി വളരെ സന്തോഷത്തോടെ തന്നെ വരികയായിരുന്നു മാലതി. അപ്പോഴതാ മുന്നിൽ നിൽക്കുന്നു ജഗദീഷ്. ജഗദീഷിന്റെ അഭാവം കണ്ടപ്പോഴേ മാലതിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നുന്നുണ്ട്. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ സോപ്പിടുകയാണ് ജഗദീഷിന്റെ മുന്നിൽ ചെന്ന്. അല്ല ജഗദീഷ് ഏട്ടൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ വന്നിട്ടേ കുറേ കൊല്ലം കഴിഞ്ഞു. എന്താടി, എൻ്റെ വയസ്സ് എത്രയാണെന്ന് നിനക്കറിയില്ലേ? ഇത് കേട്ട് മാലതി ചോദിക്കുന്നു, അതല്ല ജഗദീഷ് ഏട്ടൻ ഇവിടെ വന്നത് എപ്പോഴാണെന്നാ ചോദിച്ചത്. ഇവിടേക്ക് ആ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് ജഗദീഷ് ഏട്ടൻ എന്നോട് ദേഷ്യത്തിലാണോ നിൽപ്പ് എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, അതെ, അത് എൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ ജീവിതം തകർന്നു പോയി, അതാണ് എൻ്റെ ഈ ദേഷ്യം. നീ വഴിയെ പോയ വയ്യാവേലി എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണിനെ കണ്ടുമുട്ടി. കാണാൻ തരക്കേടില്ലാത്തതുകൊണ്ട് എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കുടുംബ മഹിമ ഞാൻ നോക്കാൻ പോയില്ല. മരമണ്ടനായ ഒരു തന്തയും കീളിപ്പോയ ഒരു തള്ളയും, പിന്നെ ആങ്ങളെ ഒരുത്തൻ ഉണ്ടായിരുന്നു. അവൻ എനിക്കൊരു തുണയാവും എന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ മുടിഞ്ഞ പാറയാണ്. എന്തായാലും ഞാൻ പെണ്ണിനെ കെട്ടുകയും അവളെ ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ ആ സ്നേഹം കൊണ്ട് 2 കുട്ടികളുണ്ടായി. അവളുടെ പേരാണ് വഴിയെ പോയ വയ്യാവേലി. എന്താ ആളെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിലും എനിക്കറിയാം കുറേ നാളായിട്ട് ജഗദീഷ് ഏട്ടന് എന്നെ ഇഷ്ടമല്ല.
എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, അതെന്താണ് കുറെ നാളായിട്ട് ഇഷ്ടമല്ലാണ്ടായത്? നിന്റെ സ്വഭാവം അങ്ങനെയായോണ്ട്. ഈയിടെ വേറൊരു വഴിയാ പോയ വയ്യാവേലി എന്റെ അനന്തരവൻ ചുമന്നെടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ വയ്യാവേലിയും ഈ വയ്യാവേലിയും കൂടിയാണ് ഇപ്പോ കൂട്ട്. ഇത് കേട്ട് മാലതി കരയുകയാണ്. അപ്പോൾ ജഗദീഷ് പറയുന്നു, വേണ്ട വേണ്ട, ഇങ്ങനെയൊന്നും കാണിക്കണ്ട. നിന്റെ സെന്റിമെന്റ്സ് എൻ്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. ഞാനിത് കുറേ കണ്ടതാ. കല്യാണം കഴിഞ്ഞതോടെ നവരസങ്ങൾ എനിക്ക് മനഃപ്പാടമായി. ഭരതമുനിയിൽ നിന്ന് പഠിച്ചതല്ല, നീ പഠിപ്പിച്ചതാണ്. ജഗദീഷ് ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിച്ചത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിയായ ധാരണയായി. നീയും ആ മൈഥിലിയും കൂടി എന്താണ് ഒരു കൂട്ടുകച്ചവടം? ഞാനും മൈഥിലിയും കൂടി കൂട്ടുകച്ചവടോ? എനിക്ക് അവളെയാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല എന്ന് മാലതി പറയുമ്പോൾ എന്തോ എന്നെ ജഗദീഷ് ഒന്നുകൂടി ചോദിക്കുന്നു. നമ്മള് കാർത്തിയെ തേച്ചത് കൂടാതെ അവൾ എൻ്റെ ആങ്ങളെയും തേച്ചു എന്ന് മാലതി പറയുമ്പോൾ ദേഷ്യത്തോടെ ജഗദീഷ് പറയുന്നു, ദേ നിന്റെ ആങ്ങളയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോവരുത്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ 365 ദിവസവും ഇടിക്കും. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ചെമ്പകമംഗലത്ത് നേരെ നിന്റെയും ആ മൈഥിലിയുടെയും ടാർഗറ്റ്? ഇരിക്കട്ടെ, ടാർഗറ്റോ എന്ന് മാലതി. അതെ, ഈ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കരുതിക്കൂട്ടി നിങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നു. ഈ വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, മൈഥിലിക്ക് പക മീനാക്ഷിയോടാണ്. ആ പക ഊതിക്കത്തിക്കാൻ നീ കൂട്ടുനിൽക്കുന്നു. നന്ദിനി എടുത്ത് ഈ മീനാക്ഷിയും കൂടി സംസാരിച്ചിരിക്കുന്ന വീഡിയോ നീ പകർത്തി അത് മൈഥിലിക്ക് കൊടുത്തു. മാലതി ടെൻഷനായി. എന്താ ശരിയല്ലേ എന്ന് ജഗദീഷ്. അയ്യോ, ആര് പറഞ്ഞു എന്ന് മാലതി. ആരും പറഞ്ഞതല്ല, ഞാൻ ഗണിച്ചെടുത്തതാ. നീ ചെയ്ത കാര്യം നിനക്കറിയാം. നിന്റെ മനസ്സിലുള്ള എന്താണെന്ന് അത് എനിക്കും അറിയാം എന്ന് ജഗദീഷ്. അത് മനസ്സാ വാച കർമ്മണ, അത്രയും മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നു, കള്ളം പറയരുത്. ഞാൻ തെളിയിക്കാം. നിന്റെ മൊബൈൽ ഞാനൊന്ന് പരിശോധിച്ചാൽ മതി. എന്താടി പരിശോധിക്കണോ എന്ന് ജഗദീഷ്. ഇത്രയും നാള് സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഞാൻ നിന്നെ സഹിച്ചു. ഇനി അത് ചെയ്യില്ല. ഒരിക്കൽ കൂടി, ഒരു പ്രാവശ്യം കൂടി ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇനിയും നീ അത് തുടർന്നാൽ കാർത്തിയുടെ ഡിവോഴ്സിന് മുമ്പ് നമ്മുടെ ഡിവോഴ്സ് നടക്കും. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ജഗദീഷ് പോകുമ്പോൾ ടെൻഷൻ ആവുകയാണ് മാലതി. പിന്നീട് കാണിക്കുന്നത് ആഹാരം വിളമ്പുകയാണ് മീനാക്ഷിയും നന്ദിനിയും കൂടി. കാർത്തികയാണ് വിളമ്പുന്നത്. മീനാക്ഷി പറയുന്നു, ഞാൻ ഈ ആഹാരവുമായി ഓഫീസിലേക്ക് പോയാൽ കാർത്തികേട്ടൻ എന്തെങ്കിലും പറയൂ അമ്മേ? ഒന്നും പറയില്ല, അവന് സന്തോഷമാകുമെന്ന് നന്ദിനി. ഇങ്ങനൊരു വഴക്ക് നടന്നതായിട്ട് നീ ഭാവിക്കരുത്. മോളുടെ ഭർത്താവിന് ആഹാരം കൊടുക്കുമ്പോൾ അവൻ്റെ സബോർഡിനസിന് അത്ഭുതം തോന്നും. അവനിത് കണ്ട അഭിമാനമാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം തീരുന്നത് വ്യത്യസ്തമായ പ്രണയങ്ങളിലാണ് അല്ലേ ദേവി എന്ന് ജയറാം. എനിക്കറിയില്ല എന്ന് നന്ദിനി. അച്ഛനും അമ്മയും പിണങ്ങുന്നതിന് മുമ്പ് ഇത്തരം പ്രണയ തരികിടകൾ ഉണ്ടായിരുന്നോ എന്നെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു, മോളെ നീ പോവാൻ നോക്ക്, നേരെ മുച്ചയായി. കാർത്തി, വേറെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നീ അങ്ങ് ചെല്ലണമെന്ന് നന്ദിനി പറയുമ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് രാജലക്ഷ്മിയും കൈമളും. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, അന്തരീക്ഷം ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി. ആ മാലതിയും മൈഥിലിയും കാണാതെ പോകണം എന്നാണ് രാജലക്ഷ്മി ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അവരറിഞ്ഞാൽ അടുത്ത വേല വയ്ക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കാം എന്നല്ലേ, അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അവരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നൊക്കെ രാജലക്ഷ്മി. ഇപ്പോൾ മുൻവശത്ത് ആരുമില്ല മോളെ, ഞാൻ ഓട്ടോയിൽ കയറ്റി വിടാമെന്ന് ജയറാം പറയുന്നു. അങ്ങനെയെല്ലാം ഒരു സഞ്ചിയിലെടുത്ത് വെച്ചു. സ്വന്തം വീട്ടിൽ പേടിയോടെ ജീവിക്കേണ്ട ഗുരുതരമായ അവസ്ഥയായല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ കൈമൾ പറയുന്നു. ഈ സമയം കാർത്തി രണ്ടുപേരോട് സംസാരിക്കുകയായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരായ രണ്ടുപേർ ഇപ്പോൾ കാർത്തിയുടെ മുന്നിലുണ്ട്. അവരുടെ ഇടയ്ക്ക് കുറച്ച് വഴക്കുകളുമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി കമ്മീഷണർ ഇപ്പോൾ അവരെ കാർത്തിയുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും ചെയറിലേക്ക് ഇരുന്നു. എന്താണ് നിങ്ങളുടെ പേരെന്നൊക്കെ ചോദിക്കുന്നു. രണ്ടുപേരും പേര് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഇവൾ എൻ്റെ രണ്ടാം ഭാര്യയാണ്. ആദ്യ ഭാര്യയെ പലതരത്തിലുള്ള പ്രശ്നം കാരണം എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 1-2 വർഷത്തിന് ശേഷമാണ് ഞാൻ സുമയെ കല്യാണം കഴിച്ചത്. പ്രശ്നം ഇവൾക്കാണ്. ഞാൻ എൻ്റെ ആദ്യ ഭാര്യയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്ന ഇവൾക്ക് സംശയം എന്ന് അയാൾ പറയുമ്പോൾ കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു, ഇത് എൻ്റെ പ്രശ്നവുമായിട്ട് ലേശം ബന്ധമുണ്ടല്ലോ. ഈ സമയത്താണ് മീനാക്ഷി ഭക്ഷണവുമായി അവിടേക്ക് എത്തുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.